BJP 3 സീറ്റ് പിടിച്ചു. അപ്പം ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞേക്കുന്ന ഈ നിയമസഭയിലോട്ട് ജയിച്ചു പോയേക്കുന്നവരാരും ചില്ലറക്കാരൊന്നുമല്ല. അപ്പം അവർ വലിയ പ്രതീക്ഷ വെച്ചേക്കുന്നത് അടുത്ത തവണ മുഖ്യമന്ത്രിയായി BJP-യിൽ നിന്നായിരിക്കും ഒരു വ്യക്തി ഉണ്ടാവുക എന്ന് ശോഭാ സുരേന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ശോഭാനല്ലേ ഇത്തവണയും പറഞ്ഞിരുന്നത്, ഇത്തവണയും BJP-യുടെ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. K. സുരേന്ദ്രൻ 35 സീറ്റ് പിടിക്കുകയും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് BJP ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇത്തവണ പക്ഷേ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത് BJP ആയിരുന്നു. സത്യത്തിൽ നമുക്ക് പിന്നെ ഒരു പച്ചയായ പരമാർത്ഥമാണ്. എങ്കിൽ തന്നെയും ചില വീഴ്ചകൾ പാർട്ടിയുടെ ഭാഗത്തും CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. CPM-ൻ്റെ എന്നല്ല, നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ കുറ്റകരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വലിയ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുന്നേറ്റമാണ് സാധാരണഗതിയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്ന് മിനിമം കേരളക്കാർ പ്രതീക്ഷിക്കുന്നത്. അത് അവർ മത്സരിച്ചിട്ടുള്ള ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും, ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ലോക്സഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തിൽ BJP-യിലെ V. മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വന്നു നിന്ന് മത്സരിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യം അതിനു മുൻപ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുകയും ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ടിന്റെ വർധനവ് വരുത്തുകയും ചെയ്തുകൊണ്ടാണ് V. മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന് അവിടെ ഒരു താല്പര്യം ഉണ്ടായത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ശക്തമായ നിലയിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടിംഗ് BJP-യുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു. അതോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലവും പോയി. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ മണ്ഡലം പോയി, കഴക്കൂട്ടം മണ്ഡലം കയ്യിൽ നിന്ന് പോയി. ആലപ്പുഴയിൽ വന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വന്ന് നിന്ന് മത്സരിക്കുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുകയും ചെയ്തു. അതിനു മുൻപാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതും BJP-ക്ക് പാലക്കാട് എന്ന് പറയുന്നത് ഒരു A ക്ലാസ് മണ്ഡലമായി മാറാനും കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പം ഈ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ നിന്നിടത്തെല്ലാം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഇതുവരെ കേരളത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളുടേതോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ പോരാട്ടങ്ങളുടെയോ ഒന്നും പിൻബലമായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന പല കഥകളും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളൻ ലോകം ചുറ്റി വന്നിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ആ രീതിയിലുള്ള ആരോപണങ്ങളും പ്രയോഗങ്ങളും പ്രചരണങ്ങളും കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ശക്തമായ ഒരു നിലയിലേക്ക് പല മണ്ഡലങ്ങളിലെയും അവിടുത്തെ വോട്ട് വിഹിതത്തെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് അങ്ങനെ നോക്കിയാൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് കഴിഞ്ഞ നിയമസഭാ പാലക്കാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശക്തമായൊരു ആവശ്യമുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെയുള്ള ആളുകൾ പോസ്റ്റർ പ്രചരണം വരെ നടത്തിയ സാഹചര്യമുണ്ടായി. പക്ഷേ എന്നിരുന്നിട്ട് കൂടി അവിടെ K. സുരേന്ദ്രൻ പക്ഷക്കാരനായ ഉണ്ണികൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു. കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ നിൽക്കുകയും അവിടെ ശക്തമായ നിലയിൽ ഈ പറയുന്ന രാഹുൽ അവിടെ ജയിക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ എത്തി. അപ്പോഴും എല്ലാവരും മിസ് ചെയ്ത ഒരു നേതാവ് ഈ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എന്നാൽ അവിടെ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടും K. സുരേന്ദ്രൻ തനിക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും വേണ്ട ചരടുവലികളും കരുനീക്കങ്ങളും എല്ലാം അണിയറയിൽ ഇരുന്നുകൊണ്ട് വളരെ കൃത്യമായി ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്തൊരു നേതാവാണ്. നമുക്കറിയാം, ആ സമയത്താണ് നമ്മൾ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കേട്ടറിയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഡ്രൈവറായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ആ വ്യക്തിയെ തള്ളിക്കളയുന്നു, എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ തിരൂർ സതീഷ് അപ്പോഴും തൻ്റെ വാദത്തിൽ തനിക്ക് ശോഭാ സുരേന്ദ്രനെ അറിയാം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉറച്ചു നിൽക്കുകയും തനിക്ക് അതിന് തെളിവായി ചില ഫോട്ടോഗ്രാഫുകൾ പുറത്തേക്ക് വിടുകയും ചെയ്തു. തിരൂർ സതീഷിൻ്റെ അമ്മയെ കാണാനായി ശോഭാ സുരേന്ദ്രൻ എത്തിയ സമയത്തുള്ള ഫോട്ടോ, ഇതൊക്കെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചു വന്നവരെയാണ് തിരൂർ സതീഷ് അവകാശപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അവരെത്തി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തുവിടുന്നു. അപ്പോൾ എതിരാളി ഇനി സ്വന്തം രാഷ്ട്രീയക്കാരനായിരുന്നാൽ പോലും അവർക്കെതിരായി ഉപയോഗിക്കാനുള്ള എല്ലാ ആയുധവും തേച്ചു മിനുക്കി കരുതിക്കൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വവുമായി ശക്തമായൊരു ബന്ധം പുലർത്തിക്കൊണ്ടു പോകുന്ന നേതാവ് കൂടിയാണ് ശോഭ. അപ്പോൾ അതിനകത്തൊന്നും ആർക്കും യാതൊരു എതിരഭിപ്രായവും നിലവിലില്ല. പക്ഷേ ഈ പറയുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ അടിമുടി സ്ത്രീ വിരുദ്ധതയാണോ അല്ലെങ്കിൽ സ്ത്രീ കോയ്മയെ അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ലായ്മയോ അവർക്കുണ്ട് എന്ന് പറയേണ്ടി വരും. നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ
കേരളത്തിൽ എത്ര BJP-യിലെ വനിതാ നേതാക്കളെ നമുക്ക് എടുത്തുയർത്തി കാണിക്കാൻ സാധിക്കും? അങ്ങനെ ഉള്ളവരില്ല. ആകെ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു BJP വനിതാ നേതാവ് അല്പം അറിയപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. അല്ലാതെ അതിന് മുൻപോ അതിന് പിൻപോ വലിയ വനിതാ നേതാക്കന്മാർ ആരും തന്നെ ഇല്ല. പലരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ ആരെയും രാഷ്ട്രീയമായി മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനോ അവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് എവിടെയെങ്കിലും നിർത്തി മത്സരിപ്പിക്കുന്നതിനോ. ശോഭാ സുരേന്ദ്രനെ തന്നെ ഈ പറയുന്നത് പോലെ പ്രവൃത്തി പരിചയം കൊണ്ടോ പ്രവർത്തന മികവ് കൊണ്ടോ ഒന്നുമല്ല, പ്രസംഗങ്ങളിൽ കൂടെയും കുറേ കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെങ്കിലും അറിയപ്പെടുന്നത്. അതെ അതെ, അതുകൊണ്ട് മാത്രമാണ്. കാരണം അല്ലാതെ എന്ത് പ്രവർത്തനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടുള്ളത്? ഒരു പ്രവർത്തനവും അവസരവും ഇല്ല. അവസരം വരാൻ എന്താണ് ഇവരൊക്കെ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കടന്നു വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം പഴയ കാലത്തെ ഒരു രാഷ്ട്രീയ നേതാക്കൾ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒരു ബോധവോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനവോ ഒന്നും ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാർക്കോ അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് വളരാൻ ഇനിയും മതം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ജനോപകാരപ്രദമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഒരു പാരമ്പര്യം BJP-യെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാനില്ല. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനം സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമോ എന്നുള്ള കാര്യവും നമുക്ക് സംശയമുണ്ട്. അത് സംശയം മാത്രമാണ്. നാളെ ഒരുപക്ഷെ BJP-യുടെ മൊത്തത്തിലുള്ള ഒരു ഫോർമുല മാറാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നേക്കാം. കാരണം ഇവിടെ പിടിക്കേണ്ടത് ഒരു സംസ്ഥാനമാണ് എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെയല്ല ഇപ്പം ഇവിടെ അവർ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് എന്താണ്? വിശ്വാസത്തെയാണ് അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസമല്ലല്ലോ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യം. വിശ്വാസമില്ലാത്തവനും ഇവിടെ ജീവിക്കണം. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് കയ്യിൽ പണമില്ലെങ്കിലോ ജീവിക്കാൻ സാഹചര്യം ഇല്ലെങ്കിലോ വല്ല കാര്യമുണ്ടോ? ഇപ്പം വഴിയോരത്ത് കിടന്നുറങ്ങുന്ന ഒരാൾക്ക് എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിച്ചാലും അദ്ദേഹത്തിന് രാവിലെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ രാവിലത്തേക്ക് ഉച്ചക്കലത്തേക്കുള്ള വക കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം, അത് മാനുഷിക മൂല്യങ്ങളും വിശ്വാസവും തമ്മിലുള്ള പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. അത്രയ്ക്ക് ദൂരമുണ്ട് അത് തമ്മിൽ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിശ്വാസത്തെ മാത്രം കച്ചവടം ചെയ്തുകൊണ്ട് ഇനി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. അടുത്ത തവണ കേരളത്തിൽ BJP-യുടെ മുഖ്യമന്ത്രി ഉണ്ടാവും. പക്ഷേ എങ്ങനെ? ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും? അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ BJP ശക്തമായ ഒരു നിലയിലേക്ക് എത്തണം. ഈ പറയുന്ന നേതൃനിരയൊന്നും പോരാ BJP-യെ സംബന്ധിച്ചിടത്തോളം. വനിതാ നേതാവ് എന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രനെ മാത്രം എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് വർഷം ശോഭാ സുരേന്ദ്രൻ നമ്മൾ ആലോചിച്ച് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അവർക്കും. അപ്പം കുറച്ചുകൂടെ 5 വർഷമോടെ കഴിയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അതിനനുസരിച്ചുള്ള ഒരു ഏജ് ഡിഫറൻസ് ആയി കഴിയും. പിന്നെ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ തുടർന്നും ഇനി വീണ്ടും ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ ഭാവി എന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് രാഷ്ട്രീയ ഭാവിയാണുള്ളത്? ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ഇത്രയും കാലം, ഞാൻ ഈ പറഞ്ഞ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, പാലക്കാട്, ഇതിനു മുമ്പ് തൃശ്ശൂർ മത്സരിച്ചിട്ടുണ്ട്, ഈ ചാലക്കുടിയിൽ മത്സരിച്ചു. അപ്പോൾ ഇങ്ങനെ അവർ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ട് പത്മജ വേണുഗോപാൽ BJP-യിൽ ഉണ്ടെങ്കിലും അവരെ ഒന്നും ഒരു ശക്തയായ വനിതാ നേതാവൊന്നും വിളിക്കാൻ പറ്റില്ല പത്മജ വേണുഗോപാലിനെ. കാര്യം അവർ പഠിച്ച സ്കൂളും വളർന്ന സ്കൂളും കോൺഗ്രസിന്റെ സ്കൂളാണ്. അവരിപ്പം മാറിപ്പോയി. ഇപ്പം തൃശ്ശൂരിൽ മത്സരിച്ചെങ്കിലും പ്രയോജനമൊന്നുമില്ല, തോറ്റുപോയി. പത്മജ വേണുഗോപാൽ അങ്ങനെ ജയിച്ച ചരിത്രം കുറവല്ലേ? അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ളൊരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവർക്ക് എന്തുകൊണ്ട് ഇത്ര കോൺഫിഡൻസോടുകൂടി ഒരു BJP-ക്കാർക്ക് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ BJP-യിലേക്ക് ഒരു വലിയ കുത്തൊഴുക്കുണ്ടാവും. ആ കുത്തൊഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവം വേറൊരു തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് ഇപ്പോൾ സമീപഭാവിയിൽ അല്ലെങ്കിൽ ഈ 5 കൊല്ലം കൊണ്ട് ഉണ്ടാവണമെന്നില്ല, അടുത്ത 5 കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. എന്തായാലും ഈ കോൺഗ്രസ് കേരളത്തിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു തുടർ ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലവിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 വർഷം കൂടെ കഴിയുമ്പോഴേ ആ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് തുടർ ഭരണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഒഴിഞ്ഞുമാറ്റം ഉണ്ടാവും. ചില നേതൃത്വങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ വരിക, അവസരങ്ങൾ ലഭിക്കാതെ വരുന്ന കൊഴിഞ്ഞുപോക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടാകുമ്പോൾ ഈ കൊഴിഞ്ഞു പോകുന്നതെല്ലാം BJP-യിലേക്ക് പോയാണ് അടിയുന്നത്. അത് സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്, അതുണ്ടാവും കേരളത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-ക്ക് വളരാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പം നിയമം എടുത്ത് പരിശോധിച്ചാലും കഴക്കൂട്ടം എടുത്താലും ഏത് മണ്ഡലം നമ്മൾ എടുത്ത് പരിശോധിച്ചിരുന്നാലും അവിടെ BJP ഏത് മണ്ഡലത്തിലെങ്കിലും BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ്.
ഇപ്പം തൃശ്ശൂരിൽ നിന്ന് പിന്നെ വിജയിപ്പിക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇനി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് കെ സിയെ മുഖ്യമന്ത്രിയാക്കാൻ ഇവിടെ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്തുണ്ട്. ആ വിപത്താണ് കെ സിക്ക് അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള പിന്നെ ലോക്സഭാ അംഗത്തിന് രാജിവെക്കേണ്ടി വരും. രാജിവെച്ച് കഴിയുമ്പോൾ അടുത്ത ചോദ്യം അവിടെ നിന്ന് ആരാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന അടുത്ത ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ശോഭാ സുരേന്ദ്രനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പം സ്വാഭാവികം എന്നോണം ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുകയും വിജയിക്കുകയും ചെയ്യും. വിജയിച്ചു കഴിയുമ്പോൾ അത് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നിലവിൽ 2 എംപിമാരെ കോൺഗ്രസ് തന്നെ സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. പിന്നീട് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റില്ല കോൺഗ്രസിന്. BJPയുടെ കയ്യിലേക്ക് പോയി എന്ന് കരുതുന്നു. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പോലും ഇനി തിരിച്ചു പിടിക്കുന്ന അസംഭവ്യമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശരിക്കും പിന്നെ വഴിമരുന്നിട്ട് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ട മണ്ണൊരുക്കലുകൾ കൃത്യമായി നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ദോഷമായി ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അടുത്ത ഒരു തവണ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ അടുത്ത തവണ BJPയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായാലും നമ്മൾ അധികം അതിശയപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ BJP എന്ന് പറയുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ മുമ്പിലേക്ക് അടിയറ വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഏത് സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇപ്പം പിന്നെ രാജസ്ഥാൻ ആണെങ്കിലും ഹരിയാനയാണെങ്കിലും ഹിമാചൽ പ്രദേശ് ആണെങ്കിലും ഏതൊരു സംസ്ഥാനത്തിൻ്റെ ചരിത്രം, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ വരെ കിടക്കുന്ന ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. ഇത് ഏത് വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെ എല്ലാം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഭരണത്തെ BJPക്ക് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സമീപനം എല്ലാ കാലത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിൻപറ്റി നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മിക്കവാറും BJPക്ക് ഈ പറയുന്ന അധികാരം കൊടുക്കും. അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.